നമസ്കാരം. വൃശ്ചികം 1 മുതൽ ശബരിമല തീർത്ഥാടകരുടെ സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിൽ ദേവസ്വം ബോർഡും പോലീസും ചേർന്നെടുത്ത 18ാം പടിയിലെ പോലീസിന്റെ ഡ്യൂട്ടി സമയം കുറയ്ക്കാനുള്ള തീരുമാനം ഏറെ വിജയകരമായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിരിക്കുകയാണ്. ഇപ്രാവശ്യം സംസ്ഥാന സർക്കാർ ADGP S ശ്രീജിത്തിനെയാണ് ചീഫ് കോർഡിനേറ്റിംഗ് ഓഫീസറായി ശബരിമലയിലെ ഡ്യൂട്ടി ഏകോപന ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അയ്യപ്പ ഭക്തർക്കുള്ള സംതൃപ്തി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിൽ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പോലീസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ADGP S ശ്രീജിത്തുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കഴിഞ്ഞ തവണത്തെ അനുഭവത്തിലുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. നിലയ്ക്കലിലെ പാർക്കിംഗ് പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനായി 7500 മുതൽ 8000 വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നിടത്ത് 2000-നടുത്ത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതും തിരക്ക് കുറയ്ക്കാൻ ഒരു പ്രധാന കാരണമായി. കോടതിയിൽ നിന്ന് ലഭിച്ച പ്രത്യേക അനുമതിയും സഹായകരമായതായി പ്രശാന്ത് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ ഫാസ്ടാഗ് സംവിധാനം വിജയമായതിനാൽ ഇത്തവണയും തുടരും. തീർത്ഥാടന കാലം തുടങ്ങിയ ശേഷം ശ്രദ്ധയിൽപ്പെട്ട ജ്യോതിനഗർ, നടപ്പന്തൽ എന്നിവിടങ്ങളിൽ കുടിവെള്ള വിതരണത്തിനുള്ള പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട്. പ്രത്യേകം കിയോസുകൾ ഒരുക്കിയാണ് നടപ്പന്തലില്, ബാരിക്കേഡ് എന്നിവിടങ്ങളിൽ കുടിവെള്ളം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ളം വിതരണം ചെയ്യുന്നതിനായി കൂടുതൽ സന്നദ്ധ സേവയുടെ സഹായങ്ങളും തേടിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തർക്ക് പ്രസാദം ഉറപ്പാക്കാനുള്ള നടപടിയും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും തുടങ്ങിയിട്ടുണ്ട്. ശബരിമലയിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ യഥാസമയം പ്രസാദങ്ങൾ ഉറപ്പാക്കുന്നതിൽ ദേവസ്വം ബോർഡ് ഒക്ടോബറിൽ തന്നെ നടപടികൾ തുടങ്ങിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ അരവണ ടിന്നുകളുടെ 40,129 എണ്ണം ബഫർ സ്റ്റോക്കിലുണ്ട്. 1.5 ലക്ഷം അപ്പം പാക്കറ്റുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള വിശുദ്ധി സേന സന്നിധാനത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപന ചുമതലയോടുകൂടി നടത്തുന്നുണ്ട്. സുരക്ഷിതവും സുഖകരവുമായ ദർശനമാണ് ഇക്കുറി ശബരിമലയിൽ എന്നത് ഉറപ്പിച്ചു പറയാം. സുഖകരമായ രീതിയിൽ ദർശനം ലഭിക്കുന്ന കാഴ്ചയാണ് നടപ്പന്തലിൽ കാണാൻ കഴിയുകയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ തിരക്ക് നിയന്ത്രണ സംവിധാനം മികവുറ്റതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 18ാം പടിയിൽ പോലീസിന്റെ ഡ്യൂട്ടി സമയം 20 മിനിറ്റിൽ നിന്ന് 15 മിനിറ്റായി കുറച്ചത് കാര്യക്ഷമത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മിനിറ്റിൽ 80 പേരെയെങ്കിലും കടത്തിവിടാൻ 18ാം പടിയിൽ പോലീസിന് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അതിനാൽ ഭക്തർക്ക് ഏറെ നേരം വരി നിൽക്കേണ്ട അവസരവും വരുന്നില്ല. വെർച്വൽ ക്യൂ വഴി ക്രമീകരിച്ചതിനാൽ പമ്പ മുതൽ തിരക്ക് കുറഞ്ഞാണ് വരുന്നത്. സന്നിധാനത്തേക്ക് കുറഞ്ഞാണ് ഭക്തരുടെ തിരക്ക് എത്തുന്നത്. പടിപൂജയ്ക്ക് വേണ്ടി 18ാം പടിക്ക് ഏറെ മുകളിലായി ഹൈഡ്രോളിക് സംവിധാനം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തന്ത്രിമാരുമായി ആലോചിച്ചതിനു ശേഷമാണ് ഇത് സ്ഥാപിച്ചത്. ഇതോടൊപ്പം 18ാം പടിയിലെ സുരക്ഷിതമായും കാര്യക്ഷമമായും പോലീസിന് ജോലി ചെയ്തതിന് 18ാം പടിയെ ബാധിക്കാത്ത വിധം സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇക്കുറി ശബരിമലയിൽ നടപ്പാക്കാൻ ശ്രമിച്ച ജർമ്മൻ പന്തൽ വൻ ഹിറ്റ് ആയിരിക്കുകയാണ്. പമ്പയിലും നിലയ്ക്കലിലും ഒരുക്കിയ ജർമ്മൻ പന്തൽ ഇതിനകം തന്നെ ഹിറ്റായി കഴിഞ്ഞിട്ടുണ്ട്. പമ്പയിലെ പന്തലിൽ 3000 പേർക്കും നിലയ്ക്കലിൽ 2000 പേർക്കും വിധിവെക്കാനാകും. KSRTC സ്റ്റാൻഡിന്റെ അടുത്താണ് നിലയ്ക്കലിലെ പന്തൽ. മുമ്പുണ്ടായിരുന്ന ഷെഡുകളിലും അയ്യപ്പ ഭക്തർക്ക് വിരിവെക്കാൻ സൗകര്യമുണ്ട്. സന്നിധാനത്തും ഭക്തർക്ക് വെയിലും മഴയും കൊള്ളാതിരിക്കാൻ പന്തലുകൾ ഒരുക്കിയിട്ടുണ്ട്. നെയ്വിളക്ക്, അഷ്ടകലശം തുടങ്ങിയ വഴിപാടുകൾ നടത്താനും പ്രസാദം സ്വീകരിക്കാനും പ്രത്യേക കൗണ്ടറും പുതിയതായി തുടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ ഭഗവാന് ചാർത്തുന്നത് ശുദ്ധമായ ചന്ദനമാണ്. ഇതിനെതിരെ ചില സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരുപാട് പോസ്റ്റുകൾ ഉയർന്നതിനാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു വിശദീകരണമായി എത്തിയത്. സന്നിധാനത്ത് തന്നെ അരച്ചെടുത്ത ശുദ്ധമായ ചന്ദനമാണ് കളഭച്ചാർത്ത സമയത്ത് ഭഗവാന് ചാർത്തുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ്. മുമ്പ് പുറത്തുനിന്ന് ചന്ദനം എത്തിക്കുകയായിരുന്നു. ഒരു ഭക്തൻ ചന്ദനം അരയ്ക്കുന്ന 3 യന്ത്രങ്ങൾ വഴിപാടായി സമർപ്പിച്ചതോടെ നേരിട്ട് ചന്ദനം അരച്ചെടുക്കുകയാണ് ഇപ്പോൾ. കുങ്കുമപ്പൂവ്, പച്ച കർപ്പൂരം എന്നിവ ചേർത്ത് അരച്ചെടുക്കുന്ന ചന്ദനം കളഭച്ചാർത്തിന് ശേഷം ഭക്തർക്ക് പ്രസാദമായാണ് നൽകുന്നത്. കഴിഞ്ഞ വർഷം ADGP അജിത് കുമാറിനെയാണ് ശബരിമലയിലെ ഡ്യൂട്ടിക്കായി സർക്കാർ ഏൽപ്പിച്ചത്. അത് അജിത് കുമാർ തകിടം മറിച്ച് കുളം തോണ്ടി അയ്യപ്പ ഭക്തരെ ഏതൊക്കെ രീതിയിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ അതെല്ലാം അജിത് കുമാർ ചെയ്തു. ഇപ്പോൾ അത് നേരെ ADGP ശ്രീജിത്തിന്റെ കയ്യിലാണ് എത്തിയത്. ശ്രീജിത്താണെങ്കിൽ വെടുപ്പായി വൃത്തിയായി ശ്രീജിത്തിന് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും മികച്ച ഡ്യൂട്ടിയാണ് ശ്രീജിത്ത് ചെയ്യുന്നത്. കൂടാതെ ശബരിമലയിൽ നിയോഗിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശ്രീജിത്ത് തന്നെ പുറത്ത് ആളെ വരുത്തി സ്പെഷ്യൽ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അയ്യപ്പ ഭക്തരോട് പെരുമാറേണ്ടത്, അവരുടെ മുന്നിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, അയ്യപ്പ ഭക്തരെ എങ്ങനെ സേവിക്കണം എന്നതൊക്കെയുള്ള സകല ക്ലാസുകളും ADGP ശ്രീജിത്ത്
നൽകിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശ്രീജിത്തിന്റെ മേൽനോട്ടമായതുകൊണ്ട് തന്നെ അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ്.